നമസ്കാരം. സംസ്ഥാന സർക്കാരിന് ഇതുവരെ കേന്ദ്രത്തോടുള്ള ചൊറിച്ചിൽ മാറിയിട്ടില്ല. എന്തിനും ഏതിനും കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുകയാണ് സംസ്ഥാനത്തിന്റെ സ്ഥിരം പരിപാടി. എന്തായാലും കേന്ദ്രത്തെ ചൊറിഞ്ഞ് ഇപ്പോൾ ആ ചൊറിച്ചിൽ പുതിയ ഗവർണറോടും എടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും കൊമ്പുകോർത്തത് സർവകലാശാല വിഷയത്തിലായിരുന്നു. ഇപ്പോൾ അതേ വിഷയത്തിൽ തന്നെ പുതിയ ഗവർണറോട് ഗുസ്തിക്കിറങ്ങിയിരിക്കുകയാണ് സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാൻ BJP-കാരനായിരുന്നുവെങ്കിൽ സംഘമനോഭാവത്തോടുള്ള ആളായിരുന്നില്ല. എന്നാൽ പുതിയ ഗവർണർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. അതായത് നല്ല പക്ക RSSകാരൻ. അതുകൊണ്ട് പിണറായിയുടെ പരിപ്പൊന്നും ഈ ഗവർണറുടെ അടുത്ത് വേഗില്ല. അപ്പോൾ ഏതാണ്ട് കാര്യം പിടിയിട്ടില്ലേ, പിണറായി ഇനി പഠിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് വാസ്തവം. ഗവർണറെ വെട്ടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് ഗവർണറുടെ മുൻകൂർ അനുമതിയില്ല. സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന സർവകലാശാല ഭേദഗതി ബിൽ ഗവർണറുടെ മുൻകൂർ അനുമതിയില്ലാതെ നിയമസഭയിൽ എത്തുകയാണ്. സ്പീക്കറുടെ റൂളിംഗ് ലഭിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ അനുമതിയില്ലാതെ തന്നെ ബിൽ അവതരിപ്പിച്ച് പാസാക്കാം. എന്നാൽ അന്തിമ തീർപ്പിനായി ബിൽ രാജ്ഭവനിലേക്ക് അയക്കുമ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അതിൽ ഒപ്പിടുമോ ഉടക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ സംസ്ഥാന സർക്കാരിന് ഗുണകരമാകുമോ എന്ന സംശയം ശക്തമാവുകയാണ്. ഒരു വേള നിയമസഭ പാസാക്കുന്ന ബിൽ ഗവർണർ തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വീണ്ടും സർക്കാർ രാജ്ഭവൻ പോരിന് വഴി തുറന്നേക്കും. സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കുന്നതിൽ മറ്റു ചാൻസലറായ ഗവർണർക്കാണ് പരമാധികാരം. എന്നാൽ ഇത് സർക്കാർ കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തരത്തിലാണ് പുതിയ ബിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായി മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗവർണറുടെ മുൻകൂർ അനുമതി അനിവാര്യമായി മാറുന്നത്. എന്നാൽ ഗവർണർ ബിൽ നേരത്തെ കണ്ടാൽ അത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ കുറുക്കുവഴികൾ തേടുമ്പോൾ ഗവർണറുടെ നിലപാടറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.